എസ്എഫ്ഐ നേതാവ് ധീരജ് കൊല്ലപ്പെട്ട ഇടുക്കി പൈനാവിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ കെഎസ്യു വീണ്ടും കൊടിമരം സ്ഥാപിച്ചതിനെ തുടർന്ന് സംഘർഷം. ധീരജ് കൊലപാതകത്തോടെ കെഎസ്യു യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിട്ടിരുന്നു. കെഎസ്യു കൊടിമരത്തിന് സമീപം കൊലയാളികളുടെ കൊടിമരം എന്ന് എസ്എഫ്ഐ ബോർഡ് സ്ഥാപിച്ചു. ഇതിനെ തുടർന്ന് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവുമുണ്ടായി. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, ധീരജിന്റെ കൊലപാതകം നടന്ന് ഇത്രയും വർഷമായിരിക്കുന്നു. യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിട്ട പശ്ചാത്തലമുണ്ടായിരുന്നു. ഇപ്പോൾ സർക്കാരൊക്കെ വന്നതിന്റെ പശ്ചാത്തലത്തിൽ ആ ഒരു ധൈര്യം കൂടിയായിരിക്കാം ഇങ്ങനൊരു കൊടിമരം സ്ഥാപിക്കുന്നതിന് പിന്നിൽ. എന്തായാലും വലിയ പ്രതിഷേധമുയർത്തുകയാണ് എസ്എഫ്ഐയും. സ്ഥലത്തൊരു സംഘർഷഭരിതമായ സാഹചര്യമുണ്ടോ? മാധു, UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ കെഎസ്യു കൊടിമരം നാട്ടിയിരിക്കുന്നത്. സംഘർഷ സാധ്യത നിലനിൽക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കൊടിമരം അവിടെ സ്ഥാപിക്കാൻ എത്തിയപ്പോൾ തന്നെ കെഎസ്യു പ്രവർത്തകരും SFI പ്രവർത്തകരും തമ്മിൽ നേരിയ രീതിയിൽ വാക്കേറ്റം ഉണ്ടായിരുന്നു. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പോലീസിനെ അവിടെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഈ സംഘർഷ സാധ്യത മുന്നിലെടുത്തുകൊണ്ട് ഇപ്പോൾ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ കളക്ടറേറ്റിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ടാണ് യോഗം പുരോഗമിക്കുകയും ചെയ്യുന്നത്. അത് സൂചിപ്പിച്ച പോലെ തന്നെ 2022 ധീരജ് പൈനാവിലെ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. അന്ന് തന്നെ കെഎസ്യു യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. അതിനുശേഷം കെഎസ്യുവിനെ എത്തിക്കാൻ അനുവദിക്കാൻ SFI നിലപാടെടുക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാർ മാറി വന്നതോടുകൂടി ഈ കൊടിമരം സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം പുറത്തുനിന്ന് എത്തിയ ആളുകളാണ് ഈ കൊടിമരം സ്ഥാപിച്ചതെന്നാണ് SFI പറയുന്നത്. കൂടാതെ പുറത്തുനിന്നെത്തിയ കെഎസ്യു പ്രവർത്തകർ തങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നും വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും അവർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ പോലീസ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുണ്ട്. അവിടെ കൊടിമരം സ്ഥാപിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം നൽകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലേക്കുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ ജില്ലാ കളക്ടർ ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. എന്തായാലും സർക്കാർ മാറി വന്ന സാഹചര്യത്തിലാണ് അവിടെ യൂണിറ്റ് കമ്മിറ്റി സ്ഥാപിക്കാൻ, പ്രത്യേകിച്ച് കൊടിമരം സ്ഥാപിക്കാൻ കെഎസ്യു തയ്യാറായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാധു, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.